നമസ്കാരം, ആയുർ ദളത്തിലേക്ക് സ്വാഗതം. കുങ്കുമാതി തൈലത്തെ പറ്റിയാണ് ഈ വീഡിയോ. കുങ്കുമാതി തൈലത്തിൻ്റെ ഗുണങ്ങൾ, ഉപയോഗരീതി, ഉള്ളിലേക്ക് ഉപയോഗിക്കാമോ, കുങ്കുമാതി തൈലം തേച്ചാൽ വെളുക്കുമോ തുടങ്ങിയവയാണ് ഈ വീഡിയോയിൽ ഉള്ളത്. മെയിൻ ഇൻഗ്രീഡിയൻസ്: കുങ്കുമപ്പൂ, രാമച്ചം, മഞ്ചട്ടി, രക്തചന്ദനം, ചന്ദനം, താമരയല്ലി, കുവളം, കോലരക്ക്, ആട്ടിൻപാൽ, എള്ളെണ്ണ, പേരാൽമുട്ട്, പത്മകേസരം തുടങ്ങിയവയാണ്. മുഖക്കുരു, ചുളിവുകൾ, വെയിലേറ്റ കരിവാളിപ്പ്, പാടുകൾ, നിറവ്യത്യാസം, ഹോർമോൺ വ്യതിയാനമുള്ള പാടുകൾ, കണ്ണിന് ചുറ്റുമുള്ള ബ്ലാക്ക് സർക്കിൾ, മുഖക്കുരുവിൻ്റെ പാടുകൾ, സ്കിൻ ഇൻഫെക്ഷൻ, സ്ട്രെച്ച് മാർക്ക് തുടങ്ങിയവയിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി മൈക്രോബിയൽ, മോയ്സ്ചറൈസർ, നാച്ചുറൽ സൺസ്ക്രീൻ തുടങ്ങിയ ഗുണങ്ങൾ ഇതിനുണ്ട്. കുങ്കുമാതി തൈലം ഒരു മോയ്സ്ചറൈസറിന് പകരമായി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡ്രൈ സ്കിന്നിന് വളരെയധികം യോജിക്കുന്ന ഒരു ഓയിൽ കൂടിയാണിത്. കണ്ണിന് അടിയിലുള്ള ഡാർക്ക് സർക്കിൾസും പിഗ്മെൻറ്റേഷനും കളയുവാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ കണ്ണിന് ചുറ്റും പുരട്ടി നന്നായി മസാജ് ചെയ്യുക. എന്നാൽ ഇത് കണ്ണിൽ പുരളാതെ സൂക്ഷിക്കുകയും വേണം. നല്ലൊരു ക്ലെൻസർ കൂടിയാണിത്. സ്കിന്നിന് നറിഷ്മെൻറ്റ് നൽകി അകാല വാർദ്ധക്യത്തെ തടയുന്നു. ആവി പിടിക്കുമ്പോൾ 6-7 തുള്ളി കുങ്കുമാതി തൈലം സ്റ്റീം ചെയ്യാനുള്ള വെള്ളത്തിലൊഴിച്ച് സ്റ്റീം ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഫസ്റ്റ് മുഖത്ത് കുങ്കുമാതി തൈലം പുരട്ടി മസാജ് ചെയ്തതിന് ശേഷം ആവി പിടിക്കാവുന്നതുമാണ്. ചുണ്ടുകളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനായും നമുക്കിത് യൂസ് ചെയ്യാം. ചുണ്ടുകളിലെ പിഗ്മെൻറ്റേഷനും മറ്റും 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നല്ല വ്യത്യാസം വരുന്നതായി കാണാവുന്നതാണ്. കുങ്കുമാതി തൈലം മുഖത്ത് പുരട്ടുമ്പോൾ മുഖം കഴുകിയ ശേഷം തുടച്ച് വൃത്തിയാക്കി 3-4 തുള്ളി കുങ്കുമാതി തൈലം എടുത്ത് മുഖത്ത് പുരട്ടാം. അതിനുശേഷം നന്നായി മസാജ് ചെയ്യുക. 10-20 മിനിറ്റിന് ശേഷം ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം. രാത്രി മുഴുവനും വെച്ച ശേഷം രാവിലെ കഴുകിക്കളയാവുന്നതുമാണ്. എന്നാൽ ഓയിലി സ്കിന്നുകാർ പെട്ടെന്ന് തന്നെ കഴുകിക്കളയാവുന്നതാണ് നല്ലത്. നാൽപ്പാമരാതി എണ്ണയോടൊപ്പം മിക്സ് ചെയ്തും ഇത് പുരട്ടാവുന്നതാണ്. ചിലർ 3-4 തുള്ളി കുങ്കുമാതി തൈലം പാലിലും മറ്റും ചേർത്ത് ഉള്ളിലേക്ക് കഴിക്കാറുണ്ട്. ഇത് സ്കിന്നിന് വളരെ നല്ലതാണ്. എന്നാൽ ഇത് ചെറു ചൂടുവെള്ളത്തിലോ ചെറു ചൂട് പാലിലോ ചേർത്ത് കഴിക്കുന്നതാണ് ഉത്തമം. രാത്രി കഴിക്കുന്നതിനേക്കാൾ രാവിലെ കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇൻഡൈജഷനും മറ്റുമുള്ളവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ഒഴിവാക്കുകയും വേണം. കുഞ്ഞു കുട്ടികളെ തേച്ചു കുളിപ്പിക്കുവാനും കുങ്കുമാതി തൈലം ഉപയോഗിക്കാറുണ്ട്. 6 മാസത്തിന് ശേഷം ഉപയോഗിക്കുന്നതാവും നല്ലത്. എന്നാൽ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് അലർജിയില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ്. മുഖത്ത് മാത്രമല്ല, ശരീരം മൊത്തമായും കുങ്കുമാതി തൈലം പുരട്ടാവുന്നതാണ്. ഇതിനായി കുങ്കുമാതി തൈലം മാത്രമായോ അല്ലെങ്കിൽ കുങ്കുമാതി തൈലം നാൽപ്പാമരാതി തൈലവുമായി മിക്സ് ചെയ്തോ ഉപയോഗിക്കാവുന്നതാണ്. ശരീരം നന്നായി മസാജ് ചെയ്തതിനു ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയാവുന്നതാണ്. കഴുകുന്നതിനായി സോപ്പ് പൊടിയോ അല്ലെങ്കിൽ കടലമാവോ ഉപയോഗിക്കാം. മുഖക്കുരു ഉള്ള അവസ്ഥയിലും മറ്റും കുങ്കുമാതി തൈലം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ മറ്റു ചില ആയുർവേദ ഔഷധങ്ങളെ വെച്ച് നോക്കുമ്പോൾ അത്ര ഗുണം കുങ്കുമാതിക്ക് കണ്ടുവരുന്നില്ല. എന്നിരുന്നാലും ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ മൂലം സെബേഷ്യസ് ഗ്ലാൻസിൻ്റെ ഇൻഫ്ലമേഷനും റെഡ്നസും അല്പം കുറയുകയും ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു. മുഖക്കുരു ഒഴിവാക്കുന്നതിനായി മറ്റു മരുന്നുകൾക്കൊപ്പം കുങ്കുമാതി തൈലം ഉപയോഗിക്കുന്നതാവും നല്ലത്. ദീർഘകാലത്തെ ഉപയോഗം കൊണ്ട് ചെറിയ തോതിൽ സ്കിന്നിൻ്റെ നിറം അല്പം വ്യത്യാസപ്പെടുന്നതായി കാണുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഫലം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് പാടുകളും മറ്റും മാറുന്നതിലാണ്. ആദ്യത്തെ 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് പ്രകടമായി കാണുന്നതുമാണ്. ഇതൊരു ആയുർവേദ ഉത്പന്നമാണെന്നും ഒറ്റ രാത്രി കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ മുഖം പാല് പോലെ വെളുക്കില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്.